6/12/2022 അഡ്വക്കേറ്റ് അലക്സ് സ്കറിയ ഹാജരാകുന്ന ഒരു കേസിൽ ഹാജരാകും എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസിൽ അദ്ദേഹത്തിൻ്റെ വക്കാലത്തിടാൻ വേണ്ടിയിട്ട് ഇന്നലെ 6/3 കേസ് വച്ചിരിക്കുകയായിരുന്നു. ഇന്നലെ 6/3 കേസ് വച്ചിരുന്ന സമയത്ത് അലക്സ് സ്കറിയ 7/1/2023 മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫാണ് ഇന്നലെ 1D കോടതിയിൽ ഹാജരായിട്ട് വക്കാലത്തിടാൻ വീണ്ടും സമയം ചോദിച്ചു. ഇങ്ങനെ അഭിഭാഷകൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞു. എന്നാൽ ജഡ്ജി പറഞ്ഞു അങ്ങനെ ഇത് പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നതാണ്, ഇത് ഇനി മാറ്റിത്തരാൻ പറ്റില്ല, നിങ്ങൾ കേസ് ആർഗ്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരോട് അത് മരണപ്പെട്ടു എന്ന വിവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വീണ്ടും കേസ് തുടർച്ചയായിട്ട് ആർഗ്യൂ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആർഗ്യൂ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഇത് അവർക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സ്ഥിതിവിശേഷമാണ്. ഇത് അഭിഭാഷകർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയ, കാരണം ഒരു അഭിഭാഷകൻ മരിച്ചു, അദ്ദേഹം വളരെ ചെറുപ്രായത്തിൽ മരിച്ച ഒരു അഭിഭാഷകനാണ്. ഇവിടെ എല്ലാവരുടെയും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു മരണമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ആ മരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ വക്കീലും കൂടിയാണ്, അവർക്ക് 5 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ആ ഒരു എല്ലാവരെയും വളരെ വികാരപരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സംഗതിയാണ്. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞത്, ഒന്ന് അദ്ദേഹം മാപ്പ് പറയണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. അസോസിയേഷൻ്റെ ജനറൽ ബോഡി തീരുമാനം, അതുവരെ ആ കോടതി നടപടികൾ മാറി നിൽക്കണം, ആ കോടതിയിൽ നിന്നാണ്. അല്ല, തൽക്കാലം അദ്ദേഹം ചേംബറിൽ വിളിച്ച് മാപ്പ് പറയാൻ തയ്യാറാണ്. അപ്പോൾ അതിനെ തുടർന്നാണ് ജനറൽ ബോഡിയിൽ പറഞ്ഞ് ഓപ്പൺ കോർട്ടിൽ മാപ്പ് പറയണം എന്നുള്ള രീതിയിലാണ് സംസാരം ഉണ്ടായത്. ഇനി ഉച്ച കഴിഞ്ഞ് തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് ജനറൽ ബോഡി വീണ്ടും കൂടുന്നതാണ്.